നമസ്കാരം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കേണ്ടതാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന്, അല്ലേ? അതിലിപ്പോൾ കൊറോണയാണ് ഒരു വില്ലൻ. ശരിയാണ്, മരണനിരക്ക് കുറവാണ്, എന്നാൽ റിക്കവറിങ് റേറ്റോ കൂടുതലാണ്. എന്നാലും ചെറിയൊരു പേടി ഇല്ലായില്ല. പക്ഷേ ഈ സമയവും കടന്നു പോകും. 38,863 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. അതും ഇന്ത്യയുടെ ആകെ 1.18% മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഈ കൊച്ചു കേരളം എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും മറ്റു പല കാര്യങ്ങൾക്കും മാതൃകയാവുന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിലാണ്. ഈ ടൂറിസം പദ്ധതികൾക്കായി ആദ്യമായിട്ട് QR കോഡ് നടപ്പാക്കിയത് കേരളത്തിലാണ്. സമ്പൂർണ്ണ സാക്ഷരത നടപ്പാക്കിയതും കേരളത്തിലാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സുനേത്ര പദ്ധതി, കാഴ്ചക്കുറവുണ്ടോ എന്ന് പരിശോധിക്കുന്ന സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള സുനേത്ര പദ്ധതി നടപ്പാക്കിയത് കേരളത്തിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളും റബ്ബറും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. സ്ത്രീ പുരുഷ അനുപാതം മികച്ചു നിൽക്കുന്ന ഈ കേരളത്തിലാണ് മാനവ സൂചികയും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. കായിക വിദ്യാഭ്യാസം ആദ്യമായി പാഠ്യവിഷയമാക്കിയത്, ഒപ്പം തന്നെ കുടുംബശ്രീ നടപ്പാക്കിയതും കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി DNA ബാർക്കോഡ് നടപ്പാക്കിയത് കേരളത്തിലാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം 100% ബാങ്കിങ് സൗകര്യം ഏർപ്പെടുത്തിയതും കേരളത്തിലാണ്. ശരിയാണ്, നമുക്കൊക്കെ വളരെയധികം അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിനുള്ളത്. ഞാൻ കേരളത്തിലെ ജില്ലകളുടെ ചരിത്രം വായിക്കാനിടയായി. അതിൽ വളരെ രസകരമായ അപരനാമങ്ങൾ നമ്മുടെ ജില്ലകൾക്കുണ്ട്. അതായത് കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇടുക്കിയാണ്. ഗസലുകളുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. അതുപോലെ കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ തലശ്ശേരി 3Cകളുടെ നാട് എന്നല്ലേ അറിയപ്പെടുന്നത്? 3C എന്ന് വെച്ചാൽ ക്രിക്കറ്റ്, കേക്ക് ആൻഡ് സർക്കസ്. ഇതിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഉത്ഭവം തന്നെ തലശ്ശേരിയിലാണ്. അതിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരനായത് ലോർഡ് ആർതർ വെല്ലസ്ലിയാണ്. ഇനി ലാൻഡ് ഓഫ് കേക്ക് എന്ന് പറയുന്നതും തലശ്ശേരിയാണ്. ഇവിടെ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയതും മാമ്പുള്ളി ബാപ്പു എന്ന് പറയുന്ന ഒരു അസൽ പാചകക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കേക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും നല്ല ഡിമാൻഡാന്ന് പറയുന്നുണ്ട്. പിന്നെ ക്രാഡിൽ ഓഫ് സർക്കസ് എന്ന് പറയുന്നതും തലശ്ശേരിയാണ്. അതുപോലെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. 3Lകളുടെ നാട് എന്ന് പറയുന്നത് കോട്ടയാണ്. 3L എന്ന് വെച്ചാൽ ലാറ്റക്സ്, ലേക്ക് ആൻഡ് ലെറ്റേഴ്സ്. ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റബ്ബർ പ്ലാന്റേഷൻസ് ഉള്ളത് കോട്ടയത്താണ്. അതുപോലെ തന്നെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നതും കോട്ടയത്ത് തന്നെയാണ്. പിന്നെ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അക്ഷരനഗരി എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. മലയാള മനോരമ, ദീപിക, മംഗളം തുടങ്ങിയ പത്രങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് കോട്ടയത്ത് തന്നെയാണ്. കൂടാതെ സാഹിത്യ നഗരി എന്നും അറിയപ്പെടുന്നു. പിന്നെ ലേക്ക് നമുക്ക് കായൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രത്യേകതയാണ്. നല്ല നല്ല കായലുകളുള്ളത്. കായലുള്ള ഏറ്റവും നല്ലൊരു നഗരം കോട്ടയം തന്നെയാണ്. വേമ്പനാട്ട് കായൽ, കുമരകം കായൽ. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരികയാണെങ്കിൽ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് വി മധുസൂദൻ നായർക്കാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് പിറന്ന വീട് എന്ന കൃതിക്കാണ് അവാർഡ്. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൂപരിഷ്കരണം നടപ്പാക്കിയത് കേരളത്തിലാണെന്ന് അറിയാലോ. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഗോൾഡൻ ജൂബിലി 2020 ജനുവരി 1 നമ്മൾ ആഘോഷിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭരണനിർവഹണം നടക്കുന്നു എന്ന് പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി കണ്ടെത്തിയത് കേരളത്തിനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി അടിസ്ഥാന വിദ്യാഭ്യാസം, സമ്പൂർണ്ണ പെൻഷൻ, എയർ ആംബുലൻസ്, ചലച്ചിത്ര അക്കാദമി, ബയോളജിക്കൽ പാർക്ക്, എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മാർഗം ബന്ധിപ്പിച്ച സംസ്ഥാനം എന്നുള്ള ബഹുമതിയും നമ്മുടെ കേരളത്തിനാണ്. ഇനി കേരളത്തിൻ്റെ പ്രളയബാധിതരെ സഹായിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമി പുറപ്പെടുവിച്ച ഗ്രന്ഥമാണ് പ്രളയാക്ഷരങ്ങൾ. നമ്മുടെ പ്രിയ തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ MT വാസുദേവൻ നായർ, അദ്ദേഹമാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത്. അതെ. അനേടാ, ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കലകളെ കുറിച്ച് പറയാതെ വയ്യ. കഥകളി, മോഹിനിയാട്ടം, കൂത്ത്, കൂടിയാട്ടം, ഗദ്ദിക എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴി കുറവാണ്. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. അവർക്ക് രോഗങ്ങൾ മാറാനും പിന്നെ രോഗമുക്തിക്കും ഒക്കെ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു റിച്വൽ ആർട്ട് ഫോമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. പക്ഷേ ഇത് ലോകത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. PK കാളൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അടിയോരുടെ മൂപ്പനാണ്. ഇതോടുകൂടി മറ്റൊന്നും കൂടെ പറയാനുണ്ട്, മയിൽപ്പീലി തൂക്കം. അതും സ്പെഷ്യലാണ്. അർജുന നൃത്തമാണ് ഈ മയിൽപ്പീലി തൂക്കം എന്ന് പറയുന്നത്. അതായത് തെക്കൻ കേരളത്തിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ
പുരുഷന്മാർ അവതരിപ്പിച്ചു പോരുന്നൊരു അനുഷ്ഠാന കലയാണ് ഈ മയിൽപ്പീലി തൂക്കം എന്ന് പറയുന്നത്. അതായത് പുരുഷന്മാരുടെ അരയിൽ മയിൽപ്പീലി തൂക്കിയിട്ടു നൃത്തം ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കാം ഈ പേര് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? ശരിയാണ്. ഇതുപോലുള്ള കലകൾ കാണാനും ആസ്വദിക്കാനും പഠിക്കാനുമായിട്ട് നിരവധി അന്യദേശീയരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കലകളൊക്കെ തന്നെ വിദേശത്തും മറ്റുള്ളിടത്തൊക്കെ പ്രചരിക്കുന്നതിൻ്റെ കാരണവും. ഈ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാതെ വയ്യ. കേരള നവോത്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരായ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരെ കുറിച്ചൊക്കെ നമുക്ക് നല്ലോണം അറിയാം. പക്ഷേ ഇതേപോലെ തന്നെ നവോത്ഥാന നായികമാരും ഉണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു ധീരവനിതയായിരുന്നു കുട്ടിമാളു അമ്മ. പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഗാനമുണ്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ ഗാനം രചിച്ചത് അന്നത്തെ നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പനാണെന്നും പറയപ്പെടുന്നു. പിന്നെ വി ടി ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മറക്കൂട പരിഷ്കരണത്തിനു നേതൃത്വം നൽകിയ വനിതയായിരുന്നു ആര്യപ്പള്ളം. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ശരിയാണ്, എല്ലാം മലയാളികൾക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, ഇങ്ങനെ കൂടിയിരിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. എല്ലാവർക്കും കേരള അക്കാദമിയുടെ കേരളപ്പിറവി ദിനാശംസകൾ. നന്ദി, നമസ്കാരം.